മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളത്തിന്റെ അളവ് കൂട്ടുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ അനാവശ്യ ബജറ്റ് പ്രഖ്യാപനത്തെ തള്ളി കേരളം ശക്തമായി രംഗത്ത്. വിഷയത്തിൽ പ്രതികരണവുമായി ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട് സർക്കാരുമായി അടിയന്തരമായി ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വെളിപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കേരളം രംഗത്ത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രിതല ചർച്ചയ്ക്ക് ശ്രമിക്കുന്നെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. വർഷങ്ങളായി അണക്കെട്ടിൽ സമഗ്രവും ശാസ്ത്രീയവുമായ സുരക്ഷാ പരിശോധനകൾ നടന്നിട്ടില്ല എന്നുള്ള ആശങ്ക നിലനിൽക്കുമ്പോഴാണ് ജലനിരപ്പ് വീണ്ടും ഉയർത്തുമെന്ന പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് മുല്ലപ്പെരിയാറിൽ 142 അടി വരെ വെള്ളം സംഭരിക്കുന്നത്. ഈ പരിധിയിൽ മാറ്റം വരുത്താൻ കേരളത്തിനോ തമിഴ്നാടിനോ ഏകപക്ഷീയമായി അധികാരമില്ലെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സുപ്രീംകോടതിക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം പുതിയ ഡാം നിർമ്മിക്കണമെന്നതാണ് കേരളത്തിന്റെ പ്രഖ്യാപിതവും മാറ്റമില്ലാത്തതുമായ നിലപാട്. കാലപ്പഴക്കം ചെന്ന നിലവിലെ അണക്കെട്ടിന് പകരം സുരക്ഷിതമായ പുതിയ അണക്കെട്ടാണ് ദീർഘകാല പരിഹാരമെന്നാണ് കേരളം ആവർത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ അടുത്തിടെ അധികാരത്തിലെത്തിയ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിലാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താനുള്ള നീക്കം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള കരാറുകൾ, ട്രൈബ്യൂണൽ വിധികൾ, കോടതി നിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാടിന്റെ ജലാവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ മാത്രമല്ല, ആനമലയാർ, നല്ലൂർ അണക്കെട്ട് പദ്ധതികൾ, ഗോദാവരി കാവേരി നദീബന്ധന പദ്ധതി എന്നിവയും വേഗത്തിൽ നടപ്പിലാക്കുമെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ പ്രഖ്യാപനം. കേരളത്തിന് കുടിവെള്ളവും വൈദ്യുതിയും സുരക്ഷയും ഒരുപോലെ നിർണായകമായ വിഷയമാണ് മുല്ലപ്പെരിയാർ. അതുകൊണ്ട് തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെയും താൽപ്പര്യങ്ങളും ജനങ്ങളുടെ സുരക്ഷയും ഒരുപോലെ പരിഗണിക്കുന്ന ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് വീണ്ടും ശക്തമാകുന്നത്. പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.